ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. വളരെ സിമ്പിളായി നമുക്കിത് പറയാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേജ് എടുത്തിട്ട് അതിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു പേജ് എങ്ങനെ MS വേർഡിൽ ഓപ്പൺ ചെയ്യുക? ഫയലിൽ പോയിട്ട് നമ്മൾ ന്യൂ കൊടുക്കുക, എന്നിട്ട് നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പോൾ MS വേർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തു. അതിന് അലൈൻമെൻറ്റൊക്കെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു, നമ്മൾ റെഡ് കളറിൽ കൊടുത്തു, ഫോണ്ട് സൈസ് ഇൻക്രീസ് ഫോണ്ട് സൈസ് കൊടുത്തു. അതിന് ശേഷം ഞാനൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഒരു 3 കോളംസ് ആണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു 3 കോളംസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ലേഔട്ട് മെനുവിൽ വരിക, കോളംസിൽ വന്നിട്ട് നമ്മൾ 3 കോളംസ് എന്നാണ് കൊടുക്കേണ്ടത്. 3 കോളംസ് കൊടുക്കുമ്പോൾ നോക്കൂ, ഇവിടെ 3 കോളംസ് ആയിട്ട് കിട്ടി. പാർട്ടായിട്ട് 3 പാർട്ടായിട്ട് തിരിച്ചു. ഓക്കെ, 1 കോളം, 2 കോളം, 3 കോളം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് അലൈൻ ചെയ്യണം. അതായത് ഇവിടെയൊക്കെ ഓർഡറാണ്, ഇവിടെയൊക്കെ ഡിസോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഡിസോർഡറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ ഇവിടെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം റിബണിൽ വന്നിട്ട് ജസ്റ്റിഫൈ കൊടുക്കുക. ജസ്റ്റിഫൈ. ഓക്കെ, അപ്പോൾ 3 കോളം നല്ല വൃത്തിയിൽ 2 സൈഡും നല്ല വൃത്തിയിൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഡിസ്റ്റൻസ് കുറയ്ക്കണം. ഈ 2 കോളംസിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്റ്റൻസ് കുറക്കണം. അതിന് വേണ്ടിയിട്ട് ലേഔട്ട് മെനുവിൽ വരിക, കോളംസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മോർ കോളംസ് ക്ലിക്ക് ചെയ്യാം. ഈ മോർ കോളംസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈൻ ബിറ്റ്വീൻ എന്ന് കൊടുക്കുക. നമുക്ക് സ്പേസിങ് അല്ലേ, അപ്പോൾ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സ്പേസിങ്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ എങ്ങനെയാണ് ഈ M എന്നുള്ള അക്ഷരത്തെ മാത്രം നമ്മൾ ഡ്രോപ്പ് ചെയ്തത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ആണ്. 2 എന്നുള്ളത് ഇപ്പോൾ നമ്മൾ 2നെ മാത്രം നമുക്ക് ഡ്രോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് മെനുവിൽ വന്നിട്ട് നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ്, ഇതിൽ ഡ്രോപ്പഡ് കണ്ടോ, ഡ്രോപ്പഡ് എന്ന് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ഡ്രോപ്പ് എന്നുള്ള ഈ ടെക്സ്റ്റും ഈ ടീയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ക്യാപ്പിൽ വന്നിട്ട് ഡ്രോപ്പ് ഓപ്ഷൻ കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈൻ ടു ഡ്രോപ്പ് ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ്. ലൈൻ ടു ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റും ടീയും തമ്മിലുള്ള ഡ്രോപ്പ് 3 ലൈനാണ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുന്നത്, 4 ലൈനിലോട്ട് ആക്കണമെങ്കിൽ 4 ആക്കാം. ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റും നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്ത ടെക്സ്റ്റും കൂടെ തമ്മിലൊരു ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തത്. ഇതുപോലെ കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കൊന്ന് കളർ സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് കളർ നല്ലൊരു നമുക്ക് ഈ ഒരു മാറ്ററിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണ്ട് കളർ ഒരു ബ്ലൂയിലോട്ട് ഇട്ടു. ഓക്കെ, ഇതുപോലെ ആയില്ലേ, ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഷാഡിങ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഷാഡിങ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. ഇൻസെർട്ടിൽ പോയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ചെയ്യുക. എന്നിട്ട് ഡ്രോ ടാബിൾ കൊണ്ട് നമ്മളൊരു ടാബിൾ ഇങ്ങനെ വരയ്ക്കാം. ഡ്രോ ടാബിൾ കൊണ്ട് നമ്മളിങ്ങനെ വരച്ചിട്ട് അതിനകത്ത് നമ്മളൊരു മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടുന്ന് കോപ്പി ചെയ്യാൻ പോവുകയാണ്. ഒരു ടെക്സ്റ്റ് ഞാനിവിടുന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി പേസ്റ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ക്യാപിറ്റലിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് കേസിനകത്ത് അപ്പർ കേസിലോട്ട് വരും. അപ്പർ കേസ് വരുമ്പോൾ നമുക്കിങ്ങനെ കാണാം. ഇനി നമുക്ക് ടൈപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും വിചാരിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തൊന്ന് ഇൻക്രീസ് ചെയ്യുക. ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ വന്നു. ഇനി നമുക്കതിൻ്റെ ഫോണ്ട് കളറൊന്ന് ബ്ലാക്കിലോട്ട് ഇടാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ബോൾഡാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ടെക്സ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന് ഷാഡിങ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിന്
താഴെയായിട്ട് എങ്ങനെ ഷാഡിങ് കൊടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ഷേപ്പ് ഫില്ലിനകത്ത് ഗ്രാഡിയൻ്റ് ഓപ്ഷൻ എടുക്കുക. മോർ ഗ്രാഡിയൻ്റ് അപ്ലൈ ചെയ്യാം. ഈ മോർ ഗ്രാഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാം ഇവിടെ ഷെയ്ഡ് ഉണ്ടല്ലേ, എഫക്ട്സ് എന്ന് കാണാം. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ എഫക്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഷാഡോ എന്ന് കാണുന്നുണ്ട്. ഈ ഷാഡോ എന്ന് കാണുന്നിടത്ത് നമുക്കിവിടെ ഈ ഷാഡോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ ഷാഡോയിലോട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഷാഡോ അപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ നല്ല കളറായിട്ട് നമുക്ക് കാണുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ സെറ്റായി വന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിങ് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടി. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതാണ് നമുക്ക് സ്പെഷ്യൽ ഇതിട്ട് നമുക്ക് ഇതിൽ കാണുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് സാധാ ടെക്സ്റ്റ് ചെയ്യാനാണ്. പിന്നെ ഇതിനകത്തൊരു H2O എന്ന് കാണുന്നില്ലേ, അതുപോലെ 2ൻ്റെ മുകളിലായിട്ടൊരു 3 വരുന്നുണ്ടല്ലോ. അത് നമ്മളെങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു H2O എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. H2O. ഈ H2O എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ 2 എന്നുള്ളത് ഞാൻ കുറച്ച് സൈസ് കൂട്ടി കാണിച്ച് തരാം. സൈസ് കൂട്ടി കൊടുത്തു. ഈ 2 എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ താഴോട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ഉണ്ടോ, സബ്സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് താഴേക്ക് വരും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ മുകളിൽ ഒരു 3 വരണമെന്നുണ്ടെങ്കിൽ 3 = 8. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ ഈ ഇതെല്ലാം ഒന്ന് സൈസ് കൂട്ടി കൊടുക്കുന്നുണ്ട്. ബോൾഡ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഷേപ്പ് കുറച്ച് താഴോട്ട് വെക്കട്ടെ. ഇനി അതിന് ശേഷം നമ്മൾ 3 എന്നുള്ളത് നമ്മൾ മുകളിലോട്ട് വെക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ കാണുന്ന ചിഹ്നത്തിൽ നിന്ന് കാണുന്നുണ്ട് നമുക്ക് എക്സിൻ്റെ മുകളിൽ 2 എന്ന് വരുന്നുണ്ട്. അതിൽ സബ്സ്ക്രിപ്റ്റ് കൊടുക്കുക. അപ്പോൾ മുകളിലോട്ട് വന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തത് ഈ ഒരു സംഭവമാണ്. അതായത് ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബ്ലാങ്ക് പേജ് എടുത്തു. ഇതിന് മുകളിലായിട്ടല്ല അത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻസെർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇൻസെർട്ടിൽ പോയിട്ട് വേർഡ് ആർട്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇതിൽ തന്നെ നമ്മൾ ഓരോ വർക്കിലൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് പറഞ്ഞു പോകുന്ന ആവശ്യമില്ല. പുതുതായിട്ട് കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോകും. ഓക്കെ, നമ്മൾ വർക്ക് ബേസിലാകുന്നതുകൊണ്ട് പല കാര്യങ്ങളും അതിനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ വർക്കിലും ആ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് നമ്മൾ ഇതിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയില്ല. പുതുതായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് യുവർ ടെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ഫോണ്ട് സൈസ്. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇത് ഓക്കെ ആയി. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതാണ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ബുള്ളറ്റ്സ് നമ്പറിങ് കൊടുക്കാനാണ്. 1 2 3 അതേപോലെ ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബുള്ളറ്റ് കൊടുത്തിട്ടുണ്ട്. ബുള്ളറ്റ് ഞാൻ നമ്പേഴ്സ് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ A എന്ന് കൊടുത്തു, BB എന്ന് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, നമ്മൾ ഇതിന് 3 നമുക്ക് നമ്പറിങ്ങാണ് വേണ്ടത്. അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ 1 2 3 എന്ന് കൊടുക്കുക. ഓക്കെ, 1 2 3. അതേപോലെ തന്നെ ഇതിന് 3 നമുക്ക് ബുള്ളറ്റ്സ് വേണ്ടത് ABC ഉണ്ടല്ലോ, ഈ ഒരു ഫോർമാറ്റാണ് വേണം. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇൻഡൻറ്റ് നീക്കി കൊടുക്കുക കേട്ടോ. ഇത് നീങ്ങുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം നമുക്കിനി പിന്നെ പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണ്, ഇത് ഓക്കെ അല്ലേ. അപ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഡിസ്റ്റൻസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഡൻറ്റ് അതായത് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പിക്ചർ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അല്ലേ. ഈ പിക്ചർ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ പറയാൻ പോവുകയാണ്. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ നമ്മൾ സെറ്റായി. ഇവിടെയൊക്കെ നമ്മൾ പുതുതായിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ ടെക്സ്റ്റ് എഫക്ട്സിൽ വന്നിട്ട് ഔട്ട്ലൈനിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പേജ് ബോർഡറാണ് കൊടുക്കണം. പേജ് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ
നമ്മൾ ഇവിടെ വന്നിട്ട് ഹോം റിബണിൽ വന്നതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ബോർഡേഴ്സ് നമ്മൾ പേജ് ബോർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിളായിട്ട് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ബോർഡേഴ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ബോർഡേഴ്സിൽ നമ്മളിവിടെ നണ്ണിലാണ് കിടക്കുന്നത്. ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റൈല് നമുക്ക് ഈ ഒരു സ്റ്റൈല് മാറ്റിയിട്ട് നമുക്കിവിടെ പേജ് ബോർഡറിലാണ് നമുക്ക് നിൽക്കേണ്ടത്. പേജ് ബോർഡറിൽ നമ്മൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതിൻ്റെ വിടുത്ത് കൂട്ടിയിട്ടൊക്കെ നമ്മളിതേപോലെ സിംഗിൾ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ടായി. ഇവിടെ നമുക്ക് കുറച്ച് ആർട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ ആർട്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റൈലുകൾ കിട്ടുന്നതായിരിക്കും. ഈ സ്റ്റൈലിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഓക്കെ അടിക്കുന്നു. അപ്പോൾ കണ്ടോ, പേജ് ബോർഡർ സെറ്റായി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസെർട്ടിൽ പോയിട്ട് നമ്മൾ ഷേപ്പ് എടുത്തിട്ട് വരയ്ക്കുക. ഈ ഷേപ്പ് എടുത്തിട്ട് വരച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് പിക്ചർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഷേപ്പ് ഫില്ലിനകത്ത് പിക്ചർ എടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പ് നമുക്ക് എവിടെയാണ് ആ പിക്ചർ ഉള്ളത് അത് സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കഴിഞ്ഞ വർക്കിൽ ഇല്ലാത്ത വർക്കുകൾ അതേപോലെ കൂടുതൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കോളംസ് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ പേജ് ബോർഡ് നമ്മൾ ആർട്ടായിട്ട് കൊടുത്തു. ഡ്രോപ്പ് ക്യാപ്പ് നമ്മളിതിലോട്ട് അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ വേർഡ് ആർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്ത് ഇതിനൊരു താഴെ ഒരു ഷാഡിങ് കൊടുത്തു. അതേപോലെ നമ്പറിങ് കൊടുത്തു, ബുള്ളറ്റ്സ് കൊടുത്തു. നമ്പറിങ് ABCD എന്നുള്ള ഫോർമാറ്റും നമ്മൾ കൊടുത്തു. ഈ ഇൻഡൻറ്റ് നമ്മൾ നീക്കി കൊടുത്തു. ഓക്കെ, നമ്മളെ വർക്ക് ഇതുപോലെ വന്നില്ലേ. ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച വർക്ക്. ഇതുപോലെ നമ്മൾ ഈ ഒരു വർക്കിന് നമ്മൾ കംപ്ലീറ്റഡ് ആക്കി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരണോ, അല്ലെങ്കിൽ ക്ലാസ് നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ടെന്നോ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ ഇവിടുന്ന് ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ.